ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു മനുഷ്യനെ പടച്ചത് അലക്കിൽ നിന്നാണ്. അലക്ക് എന്നതിന് നേർക്കുനേർ അർത്ഥം ബന്ധം എന്നാണ്. അവന്റെ ജീവിതം ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് മാത്രമല്ല, എങ്ങനെ ചിന്തിച്ചാലും ബന്ധമില്ലാതെ കഴിയില്ല. സമൂഹത്തിന്റെ മധ്യത്തിൽ അവൻ വരുന്നതിന് മുന്നേ അവന് ബന്ധം വേണം എന്നുള്ളതാണ്. അവൻ ഗർഭാശയത്തിലായിരിക്കുമ്പോഴും അവന്റെ ഉമ്മയുടെ ശരീരത്തിൽ അവന്റെ പൊക്കിൾക്കുടിയുമായി വേറെ ഒരു ബന്ധം വരുന്നു. അള്ളാഹു മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നിന്നും അവൻ ഖബറിന്റെ അകത്തേക്ക് പെട്ടാലും അവിടെയും ബന്ധങ്ങൾ അവൻ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ പ്രിയപ്പെട്ടവരിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവൻ കാത്തു കിടക്കുകയാണ് ഖബറിന്റെ അകത്ത്. മനുഷ്യന്റെ ബന്ധം മനുഷ്യന്റെ കൂടെ തന്നെ ഉണ്ടായേ പറ്റൂ. പക്ഷേ സങ്കുചിതമായ താല്പര്യങ്ങൾ പലപ്പോഴും ഈ ബന്ധങ്ങളുടെ വിലയെ തിരിച്ചറിയുന്ന വിവേകത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നു എന്നത് വസ്തുതയാണ്. നൈമിഷികമായ താല്പര്യങ്ങൾക്കും താൽക്കാലിക സന്തോഷത്തിനും വേണ്ടി വില അറിയാതെ അവന്റെ ബന്ധങ്ങളെ അവൻ വലിച്ചെറിയുന്നു. അവന് സർവ്വ നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളുടെ വില അവൻ അറിയാതെ പോകുന്നു. അള്ളാഹുവുമായി കരാറെടുത്ത് പോന്നവനാണ് മനുഷ്യൻ. ബന്ധങ്ങളെ ഇവിടെ ചേർത്തുകൊള്ളാം, ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊള്ളാം എന്ന് റബ്ബിനോട് കരാർ വാങ്ങിയവനാ മനുഷ്യൻ. ആ കരാറിനെ മറന്നു പോകുന്ന ഒരു രീതിയാണ് അവനിൽ കാണപ്പെടുന്നത് എങ്കിൽ പരാജയം സുനിശ്ചിതമാണ്. പരിശുദ്ധ ഖുർആൻ الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون എന്ന് സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു. അല്ലാഹുവിൽ നിന്നും വിച്ഛേദിക്കൽ കൂടാതെ പരസ്പരം സമന്വയിപ്പിച്ച് സംയോജിപ്പിച്ച് കൊണ്ടുപോകാം എന്ന് ഏറ്റെടുത്തു. അതിനായി അവൻ ബന്ധങ്ങളെ സ്വീകരിച്ചു. എന്നിട്ടോ അത് മറക്കും. എന്നിട്ട് വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 110 വർഷം പരസ്പരം യുദ്ധം ചെയ്ത ഒരു തലമുറയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കോഴിമുട്ട വീണു ഉടഞ്ഞതിന്റെ പേരിൽ ആ ഇസ്രായേലി സമൂഹത്തിൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിരുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമായ കാര്യത്തിൽ പരസ്പരം ഒരു കോഴി അതിര് വിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തേക്ക് കടന്നാൽ ആ അതിര് ഭേദിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രകോപിതമായ അവസ്ഥകളെ ഈ കോഴി അറിയാതെ വന്നതിന്റെ പേരിൽ വീണ്ടും ഒരു പുതിയ വഴക്ക് സംവിധാനിക്കുന്ന വെറും വിഡ്ഢിത്തത്തിന്റെ തറവാടുകളായി ഓരോ മനുഷ്യരുടെയും വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നിസ്സാരമായ കാരണത്താൽ മുഖം കറുപ്പിച്ച് നടക്കാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അർത്ഥത്തിലുള്ളതായ ബന്ധങ്ങളുടെ വിലയെ ബോധ്യപ്പെടുത്തിയോടത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകവൽക്കരിച്ചൊരു ബന്ധം കുടുംബ ബന്ധമാണ്. കൂട്ടുകുടുംബക്കാർ തമ്മിലൊരു ബന്ധമുണ്ട്. ഉദരബന്ധം എന്നതിന് പറയാം. റഹിമ്, ഗർഭാശയം, ഉമ്മയുടെ ഉദരത്തോട് നിനക്കുള്ള ബന്ധം പോലെയാണ് നിന്റെ കുടുംബ ബന്ധം എന്ന് പരിചയപ്പെടുത്താൻ ആ അക്ഷരക്കൂട്ടങ്ങളുടെ ക്രമീകരണം പോലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. സയ്യിദത്തുന ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനത്തോട് ആ കുടുംബ ബന്ധം ബന്ധപ്പെട്ടിരിക്കുന്നത്. കുടുംബ ബന്ധം എന്ന ആ സുഹൃതം അതിനെ ഒരു പ്രത്യേകമായ രൂപത്തിൽ, ഒരു പ്രത്യേകമായ കോലത്തിൽ അർശിനോട് ബന്ധപ്പെടുത്തിയതായെന്ന് ഒന്ന് സങ്കല്പിക്കൂ. എന്നാൽ ഓരോ കുടുംബ ബന്ധങ്ങളും ചേർക്കപ്പെടുന്ന നേരത്ത് അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന, അതിനോട് അഭേദ്യ ബന്ധം പുലർത്തിയിരിക്കുന്ന ഈ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമത്രേ. മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ ആര് ചേർക്കുന്നുവോ അവനെ അള്ളാഹു ചേർക്കട്ടെ,
എന്നെ ആര് മുറിക്കുന്നുവോ അവനെ അല്ലാഹു മുറിച്ച് കളയട്ടെ. കുടുംബ ബന്ധം പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. അല്ലാഹു അങ്ങ് മുറിച്ചു കളയും. പടച്ച തമ്പുരാനുമായുള്ള ഇഷ്ടത്തിന്റെ ഒരു ബന്ധം അല്ലാഹു മുറിക്കും. ആരോട്? കുടുംബ ബന്ധത്തിൽ നിസ്സാരമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നവനെ അല്ലാഹു സ്നേഹത്തിന്റെ നോട്ടം നോക്കുകയില്ലെന്നല്ലേ ഹദീസ് നമുക്ക് പഠിപ്പിച്ചത്. ഒരു അഅറാബിയായ മനുഷ്യൻ പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഹബീബായ നബിയുടെ മുന്നിലേക്ക് അയാൾ ധൃതി എടുത്തു വരികയാ. അയാളുടെ വിവരവും അയാളുടെ സംസ്കാരവും ഒരു ചോദ്യകർത്താവായി വരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ മനസ്സിലുള്ള വലിയൊരു താല്പര്യം, അറിയേണ്ട വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവകരമായ പഠനത്തോടുള്ളതായ താല്പര്യം. അയാൾ വന്നു, തന്റെ ഒട്ടകത്തിന്റെ പുറത്തു നിന്നും അയാൾ താഴെ ഇറങ്ങി, ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ അയാൾ പിടിച്ചുകൊണ്ടു നിന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിമാ യുഖർരിബുനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗ്ഗത്തോട് എന്നെ അടുപ്പിക്കുകയും നരകത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സുഹൃതം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? അഅറാബിയുടെ ചോദ്യം നമുക്കൊക്കെ ആവശ്യമുള്ളതാ. ജീവിതത്തിന്റെ ലക്ഷ്യം പോലെ ഒരു ദൗത്യമായി നമ്മൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്തതാ. ഏത്? സ്വർഗത്തോടുള്ള അടുപ്പം, നരകത്തോടുള്ള അകലം. അല്ലാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ. അതിനെന്താ നബിയെ ഒരു അമൽ പറഞ്ഞു തരൂ? സ്വർഗത്തോടടുക്കണം, നരകത്തിൽ നിന്നും അകലണം. പഠിച്ചോ? ഹബീബ് പറഞ്ഞു 4 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ നിന്നിലുണ്ട് എങ്കിൽ നിനക്ക് സ്വർഗത്തോടടുക്കാം. ആ 4 കാര്യങ്ങൾ നിന്നിലുണ്ട് എങ്കിൽ നിനക്ക് നരകത്തിൽ നിന്നും അകന്നു നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി, മുസ്ലിം, നസായി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രിക ബിഹി ശൈആ. അല്ലാഹുവിന് ആർദ്രമായി സമർപ്പിക്കാൻ കഴിയുന്ന നിഷ്കളങ്കമായ ഇബാദത്തുകൾ. പടച്ച റബ്ബിലേക്ക് ശിർക്കില്ലാത്ത ഇബാദത്ത് സമർപ്പിക്കാൻ കഴിയോ? താല്പര്യപൂർവം കഴിയോ? ഒന്നാമത്തേതാ സ്വർഗത്തോടടുക്കാം, നരകത്തിൽ നിന്നും അകലാം. രണ്ടാമത് പറഞ്ഞു സമയബന്ധിതമായ നിസ്കാരത്തിന്റെ നിർവഹണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, അഖാമ യുഖീമു, സമയബന്ധിതമായി നിലനിർത്തുക എന്നതിനർത്ഥം കൃത്യമായ നിസ്കാരം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൂന്നാമത് പറഞ്ഞു സമയം നോക്കി കൃത്യമായ ബോധത്തോടുകൂടെ ചെയ്യുന്ന സക്കാത്ത്. സക്കാത്തൊക്കെ എവിടെയും കൊടുക്കണ്ടാവും, പക്ഷെ വാങ്ങുന്നവൻ ഏതെങ്കിലും സംഘടനക്കാരനായിരിക്കും. അർഹതപ്പെട്ടോടത്ത് സക്കാത്ത് എത്തിയോ എന്ന് പരിശോധിക്കല് സക്കാത്ത് കൊടുക്കുന്നവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. തന്റെ സക്കാത്ത് നടപ്പാവണമല്ലോ. സക്കാത്ത് സ്വീകരിക്കുന്നവൻ അതിന് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കലും പരിഗണിക്കലും സക്കാത്ത് കൊടുക്കുന്നവന്റെ ബാധ്യതയാണ്. ബോധപൂർവം പഠിച്ചുകൊണ്ടുള്ള സക്കാത്തിന്റെ നിർവഹണം. മൂന്നാമത്തേത് അതാണ് എങ്കിൽ നാലാമത്തേത് നിന്റെ കുടുംബക്കാരോടുള്ളതായ ബന്ധം വിച്ഛേദിക്കപ്പെടാതെ അത് നിലനിർത്തിക്കൊണ്ടുപോകലായി 4 എണ്ണമാണ് സ്വർഗത്തോടുള്ള അടുപ്പം. ഈ 4 എണ്ണമാണ് നരകത്തോടുള്ള അകലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് എത്ര നേട്ടങ്ങളും ഗുണങ്ങളുമാ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടാനുള്ളത്. പിണങ്ങി നിൽക്കുന്ന കൂടപ്പിറപ്പിനോടൊന്ന് മിണ്ടിയാൽ, പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരനുമായി കുടുംബങ്ങളുടെ ഒരു കേറ്റിറക്കമുണ്ടായി കഴിഞ്ഞാൽ, മഹാന്മാരായ തസവൂഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു 10 നേട്ടങ്ങൾ ഒരാൾക്ക് അതുവഴി സ്വായത്തമാക്കാൻ കഴിയുമത്രേ. 10 നേട്ടങ്ങൾ. തന്റെ കുടുംബവുമായി, കൂട്ടുകുടുംബക്കാരുമായുള്ള വഴക്ക് പിണക്കങ്ങൾ തീർത്ത് അവരുമായി ഒരു അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ 10 നേട്ടങ്ങൾ. ഒന്നാമത്തെ നേട്ടം അവ്വലുഹാ അന്ന ഫീഹാ റിദല്ലാഹി തആല ലിഅന്നഹു അമറ ബിസ്സിലത്തിർ റഹിം. ഒന്നാമത്തെ നേട്ടം കുടുംബക്കാരുമായുള്ള ബന്ധം സംസ്ഥാപിക്കുന്നതിലൂടെ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം പടച്ചതമ്പുരാന്റെ പൊരുത്തമാണ്. കാരണം
കുടുംബ ബന്ധം ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടത്രേ. ശരിയാണല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പടച്ചിറബ് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൻ നിസാ, യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. എല്ലാ മനുഷ്യരിലും അള്ളാഹു ഇത് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന, അല്ലാതെ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതല്ല. എല്ലാ മതക്കാരോടും മതമുള്ളവനോടും ഇല്ലാത്തവനോടും ജനങ്ങൾ എന്ന് പറയാവുന്ന പരിധിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. അള്ളാഹു നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്, പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണേ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കണേ എന്നൊക്കെ. എല്ലാവർക്കും ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇതിന്റെ പുണ്യമുള്ളത്. എല്ലാവർക്കും ദുനിയാവിന്ന് കിട്ടാനുള്ളത് മതത്തിന്റെ പരിധിക്കപ്പുറം നിന്ന് എല്ലാവർക്കും ഒരുപോലെ കിട്ടും. ആഖിറത്തിൽ നിന്ന് കിട്ടാനുള്ളത് മുഅ്മിനീങ്ങൾക്ക് കിട്ടും. അള്ളാഹു രണ്ടും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ നേട്ടം ഇദ്ഖാലുസ് സുറൂരി അലൈഹിം. കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹ ഐക്യങ്ങളുണ്ട് എങ്കിൽ മഹാന്മാര് പഠിപ്പിക്കാതിന്റെ പേരിൽ കുടുംബക്കാർക്കൊരു സന്തോഷം എത്തിക്കാൻ കഴിയുമത്രേ. എന്താ സന്തോഷം എത്തിച്ചാൽ ഇന്ന അഫ്ളൽ അഅ്മാലി ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിനി. നബിയുനാ റസൂലുള്ളാഹി ഏറ്റവും പുണ്യമായ അമലേത് എന്ന സഹാബിയുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി കൊടുത്ത മറുപടി, ഏറ്റവും പുണ്യമായ അമല് ഒരു മുസ്ലിമായ സഹോദരനെ ഒരു വട്ടം നീ സന്തോഷിപ്പിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ചെല്ലുന്നതോടുകൂടെ നമ്മുടെ കുടുംബക്കാരന് ഒരു സന്തോഷമുണ്ടാവുന്ന ഒരു ബന്ധം അവരുമായി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ ഒരു സന്തോഷം ആ കുടുംബത്തിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ അല്ലാഹുവേ, ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ച ഹദീസാണത്. തന്റെ കുടുംബക്കാരന്റെ അടുക്കലേക്ക് നിന്റെ ഒരു വരവൊരു സന്തോഷമാണ് എങ്കിൽ അങ്ങനെ ഒന്ന് കയറിയിറങ്ങാൻ എത്ര സൗകര്യങ്ങളാ. ഇന്ന് സൗകര്യം കൂടിയോടത്ത് നമ്മൾ ഉപയോഗം ഇല്ലാതെ പോകുന്നു. സൗകര്യം കൂടുതലുള്ളോടത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഇങ്ങനെ തന്റെ കുടുംബക്കാരൻ അന്വേഷിച്ചുകൊണ്ട് തന്റെ പഴയ ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മലക്ക് പിന്നാലെ കൂടുമത്രേ. എന്നിട്ട് മലക്ക് ചോദിക്കും, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇന്നാലെ എന്റെ സഹോദരനെ കാണാൻ പോവാ. നീ പോവാൻ എന്താ കാരണം? നിനക്ക് വല്ലതും അവിടെ നിന്ന് കിട്ടാൻ വല്ലതുണ്ടോ? ഇല്ല, ഞാൻ അള്ളാഹുടെ പൊരുത്തം പ്രതീക്ഷിച്ച് മാത്രം പോകുന്നതാ. എന്നാ നിനക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സ്വർഗത്തിന്റെ സന്തോഷമുണ്ടെന്ന് പറയാൻ വന്ന റബ്ബിന്റെ ദൂതനായ മലക്കാണ് ഞാൻ എന്ന് കുടുംബബന്ധം ചേർക്കാൻ പോകുന്നവനോട് പരോക്ഷമായെങ്കിലും ഈ മലക്കിന്റെ സംവാദം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ മഹത്വങ്ങളൊന്നും അറിഞ്ഞില്ല. നമ്മളിതൊന്നും അറിയാതെ നൈമഷികമായ താല്പര്യങ്ങളിൽ ബന്ധങ്ങളുടെ വില മറന്നവരാണ്. മൂന്നാമത്തെ നേട്ടം ഇന്ന ഫീഹാ ഫർഹൽ മലായിക. മഹാന്മാരായ മലക്കുകൾക്ക് നമ്മോട് സന്തോഷമുണ്ടത്രേ. മലക്കുകളുടെ സന്തോഷമൊക്കെ ഇസ്രായേലിന്റെ സന്തോഷം താല്പര്യമൊക്കെ ഒന്ന് കിട്ടിയാണ്ടല്ലോ, വലിയ നേട്ട. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാലാമത്തേത് ഇന്ന ഫീഹാ ഹുസ്നസ്സനാ. സത്യവിശ്വാസികളായ ആളുകൾ കുടുംബ ബന്ധം ചേർക്കുന്നവനെ കുറിച്ച് നല്ലത് പറയുമല്ലോ. ആ നല്ല വർത്തമാനത്തിന്റെ നേട്ടം നിന്റെ മരണാനന്തരമാണ് എങ്കിൽ അത് മതി നിന്റെ പരലോകം രക്ഷപ്പെടാൻ. കമാ ഖാല റസൂലുള്ളാഹി. അഞ്ചാമത്തേത് ഇന്ന ഫീഹാ ഇദ്ഖാലൽ ഗമ്മി അലാ ഇബ്ലീസ്. ഇബ്ലീസിനെ സങ്കടപ്പെടുത്താൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുടുംബ ബന്ധം ചേർക്കലാം. ഇബ്ലീസിനെ സങ്കടപ്പെടുത്താൻ കഴിയും. മുപ്പരക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഒരു സങ്കടം അടക്കം കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് കുടുംബ ബന്ധം ചേർക്കല. ഇപ്പൊ കുറെ കുടുംബയോഗങ്ങളും കുടുംബസഭകളും ഒക്കെ വരുന്നുണ്ട്, നല്ലതാണിത്. പക്ഷെ അതിന്റെ ഇടയ്ക്കടെ ഗാനമേള വെക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ചെയ്യാം. ഭക്ഷണമൊക്കെ ഇന്നാൾ ഒരാളെന്നോട് പറഞ്ഞു,
ഒരു കുടുംബയോഗം വിളിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു 250 കിലോ തൂക്കം വരുന്നൊരു പോത്ത് വേണം ഉച്ചയ്ക്ക്. അത്രയും കുടുംബക്കാരുണ്ട് ഞങ്ങൾ. അത് കുടുംബ എണ്ണം കുറവാണെങ്കിലും നല്ല പിടിപ്പിച്ച പോത്ത് 250 തികയില്ല. കുടുംബ ബന്ധങ്ങളുടെ സദസ്സുകളൊക്കെ സജീവമാണ്. അതിൻ്റെ ട്രസ്റ്റുകളുണ്ട്. സക്കാത്തിന്റെ പൈസ ആ വിഷയത്തിൽ സ്വരൂപിച്ച് കുടുംബത്തിലെ പാവങ്ങളെ കണ്ടെത്തി കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പ്രോത്സാഹിപ്പിക്കാം. ഇടയിൽ ഉള്ള ഗാനമേള ഒഴിവാക്കാം എന്നതാണ് ഒരു അഭിപ്രായം. സഹോദരന്മാരെ, 5-ാമത്തേത് ഇബ്ലീസിനെ സങ്കടപ്പെടുത്തലാണെങ്കിൽ 6-ാമത്തേത് ആയുസ്സിന്റെ വർധനവാണ്. 7-ാമത്തേത് നിനക്ക് അല്ലാഹു തന്ന റിസ്ഖിന്റെ വിശാലതയാ. ജീവിക്കാൻ എത്ര കാര്യങ്ങളാ അല്ലാഹു തന്നത്. അല്ലാഹു തന്നതൊക്കെ റിസ്ഖാണ്. ഭക്ഷണം മാത്രമല്ല, വസ്ത്രം മാത്രമല്ല, റാസിഖായ അല്ലാഹുവിൽ നിന്നും തന്റെ അടിമ സ്വീകരിക്കുന്നത് മുഴുവനും റിസ്ഖ് എന്ന് പറയാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഹബീബ് പഠിപ്പിച്ചല്ലോ, മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുസഅലഹു ഫീ അഥരിഹി ഫൽസിൽ റഹിമഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. തന്റെ ആയുസ്സിന്റെ വർധനവിനെ, തന്റെ ആയുസ്സിന്റെ ദൈർഘ്യതയെ ആര് ആഗ്രഹിക്കുന്നുവോ, തന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളെ ആരെങ്കിലും വിശാലമാവാൻ കൊതിക്കുന്നുവോ, എന്നാൽ തന്റെ കുടുംബ ബന്ധത്തെ അവൻ ചേർത്ത് കൊള്ളട്ടെ. നബിയേ മുഹമ്മദ് മുസ്തഫ. 8-ാമത്തേത് മരിച്ചുപോയ ആളുകളുടെ സന്തോഷമുണ്ടാവും. നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക്, അർവാഹുകൾക്ക് നമ്മെ കൊണ്ടൊരു സന്തോഷം ഉണ്ടാവും. 9-ാമത്തേത് നമുക്കിടയിലെ സ്നേഹവർദ്ധനവ് നിലനിൽക്കുന്നു. 10-ാമത്തേത് ആഖിറത്തിൽ നമുക്ക് കൂലി കിട്ടുന്നു. ഇങ്ങനെ 10ഓളം നേട്ടങ്ങൾ ഒരു കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ അള്ളാഹു സംവിധാനിക്കുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാം. അർശിന്റെ തണലിലേക്ക് അള്ളാഹു പ്രത്യേകമായി കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് കുടുംബ ബന്ധം ചേർക്കുന്നവർ. അർശിന്റെ തണല് കിട്ടുന്ന പ്രത്യേകം വിഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് 7 പേരാണെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെയും ഹദീസിൽ കാണാം അത് 4 പേരാണെന്ന് വേറെയുമുണ്ട്. അങ്ങനെ അർശിന്റെ തണല് കിട്ടുന്ന പ്രത്യേകക്കാരിൽ എണ്ണി പറഞ്ഞിട്ടുള്ള ഒരു 3 വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് കുടുംബ ബന്ധം ചേർക്കുന്നവർ. സലാസതു നഫരിൻ ഫീ ദില്ലി അർശിർ റഹ്മാനി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന പ്രത്യേകക്കാരായ ഒരു 3 വിഭാഗമുണ്ട്. ആരാ പറയുന്നത്? സ്വഹാബി പ്രമുഖനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, 1-ാമത്തെ വിഭാഗം അത് കുടുംബ ബന്ധം ചേർക്കുന്നവനാ. 2-ാമത്തെ വിഭാഗം ഇംറഅത്തും മാതത സൗജുഹാ വതറക യതാമാ ഫതഖൂമു ഹിയ അലൽ ലൈതാമി ഹത്താ യുഗ്നിയഹുമുല്ലാഹ്. ഒരു വിധവ, ഭർത്താവ് മരിച്ചു, കൊച്ചുമക്കളാ. ആ മക്കളെ വളർത്തിയെടുക്കാൻ, ആ സൽപേര് നിലനിർത്താൻ ആരുടെ മുന്നിലും നാണം കെട്ട് കൈ നീട്ടാതെ അവളെ കൊണ്ട് കഴിയുന്ന പോലെ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരിലും കുഞ്ഞുമക്കൾക്ക് സന്തോഷത്തിന്റെ മധുരമെത്തിച്ച ഉമ്മ, സന്തോഷത്തിന്റെ ജീവിതം കൊടുത്ത വിധവ, അവൾക്ക് അല്ലാഹു ആ ത്യാഗത്തിന് പകരം കൊടുക്കുന്നത് അർശിന്റെ തണലാണത്രേ. 3-ാമത്തെ വിഭാഗം ആളുകൾ യതീമിന് ഭക്ഷണം കൊടുക്കുന്നവരാം. അങ്ങനെ 3 വിഭാഗത്തിന് അർശിന്റെ പ്രത്യേകമായ തണൽ അല്ലാഹു ഒരുക്കിയിട്ടുണ്ടെന്ന് മഹാന്മാർ പറയുകയാണ്. കുടുംബ ബന്ധം ചേർക്കാൻ പണ്ടൊക്കെ നടന്നാണ് പോകുന്നതെങ്കിൽ ഇന്ന് ലക്ഷറി വാഹനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ വഴിക്കങ്ങ് പോയാലും ഒന്ന് കേറൂല. അങ്ങനെയുണ്ട്. ആ വഴിക്കങ്ങ് പോയാലും ഒന്ന് കേറൂല. ആർക്കും സമയമില്ല. സമയം എന്നത് ഒരു ദിവസം 24 മണിക്കൂർ എന്നത് നമുക്ക് പോരാതവനാണ്. എന്നാ ഉറങ്ങണുണ്ടോ? അതുമില്ല. എന്താ പണി? സമയം നോക്കാനായി മൊബൈൽ നോക്കിയാൽ അങ്ങനെ തന്നെ കുറെ സമയം അതിൽ പോകും. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ എവിടേക്കോ എന്തൊക്കെയോ സംഭവിച്ചവരായി ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ആർക്കും സമയമില്ല. കുടുംബക്കാരനെ കാണാൻ വേണ്ടി നടന്നു പോകുന്ന ചവിട്ടടി ഉണ്ടല്ലോ,
ആ കാൽപാദം പറിച്ചു വെക്കുന്നതിന് അല്ല കൊടുക്കുന്ന പരിഗണന ഹബീബ് തന്നെ പറയട്ടെ, മാ ഖതഅബദുൻ ഖതവതൈനി അഹബ്ബ ഇലല്ലാഹി തആല മിനൽ ഖതവതി ഇലാ സ്വലാത്തിൽ ഫരീള വ ഖതവതിൻ ഇലാ ദിർറഹ്മിൽ മുഹറമീൻ നബിയുനാ റസൂലുള്ളാഹി. രണ്ട് ചവിട്ടടി അല്ലാഹുവിന് ഇഷ്ട. ആ രണ്ട് ചവിട്ടടി ഓരോ ചുവടുവെപ്പും പടച്ചോന് വലിയ ഇഷ്ട. ഒന്നാമത്തേത്, ഫർള് നിസ്കാര നിർവഹണത്തിന്റെ ജമാഅത്തിനായി പള്ളിയിലേക്ക് നീ നടന്നാണോ പോകുന്നത്, ആ കാൽപാദം പറിച്ചു വെക്കുന്നത് കാണാൻ എന്തൊരു ചന്തം. അള്ളാഹുവിനത് ഇഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, നിന്റെ മൂത്താപ്പയെ കാണാൻ, നിന്റെ കൊച്ചാപ്പയെ കാണാൻ, നിന്റെ പെങ്ങളെ കാണാൻ, നിന്റെ കുടുംബക്കാരെ കാണാൻ. നീ വേറെ താമസിക്കുന്നവനാ, തറവാട്ടിലാ ഉമ്മയും വാപ്പയും ഒക്കെ ഉള്ളത്. ഒന്ന് കാണാൻ ഒന്ന് നടന്നാൽ ആ നടക്കുന്ന ഓരോ ചവിട്ടടിക്കും അള്ളാഹു അതുല്യമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ചവിട്ടടി അതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരുണ്ട് വലിയ ധർമ്മിഷ്ഠരായിരിക്കും, കുടുംബത്തിന് ഉപകാരമില്ല, അങ്ങനെയുണ്ട്. പുറമേ ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും, സദഖകൾ യഥേഷ്ടം കൊടുക്കും. ഒരു വയലുപരിപാടി വെച്ച മൂപ്പരുണ്ടോന്നായിരിക്കും സ്റ്റേജിൽ നിന്ന് ആദ്യം എത്തി നോക്കാം. കാരണം എന്താ, കൊടുക്കാൻ മൂപ്പരുണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോ, ഹബീബ് പഠിപ്പിച്ചല്ലോ. عن سلمان بن عامر رضي الله عنه قال رسول الله الصدقة على المسكين صدقة وعلى ذي الرحم ثنتان صدقة والصلاة. ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സാധാരണ മുസ്ലിമായ മിസ്കീനായ മനുഷ്യന് ഒരു സദഖ കൊടുത്താൽ കേവലം സദഖ എന്ന പരിഗണനയാണതെങ്കിൽ ആ മിസ്കീൻ നിന്റെ കുടുംബക്കാരനാണ് എങ്കിൽ നിനക്ക് രണ്ട് പരിഗണന, രണ്ട് പ്രതിഫലം. ഒന്ന്, അയാൾ ഒരു മുസ്ലിം എന്ന നിലയിൽ മിസ്കീനായ നിലക്ക് നീ കൊടുത്ത പരിഗണനയും, രണ്ടാമത്തേത് നിന്റെ കുടുംബക്കാരന്റെ കുടുംബബന്ധം ചേർത്ത പരിഗണനയും. നബി മുഹമ്മദ് മുസ്തഫ കുടുംബബന്ധം ചേർക്കാൻ സദഖയുടെ മാർഗം ഉപയോഗപ്പെടുത്താം, സഞ്ചാരത്തിന്റെ മാർഗം ഉപയോഗപ്പെടുത്താം, സൗകര്യങ്ങൾ യഥേഷ്ടം അതിൽ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയാ വേണ്ടത്. കല്യാണം വിളിക്കാൻ മാത്രം കുടുംബക്കാരെ സന്ദർശിക്കാൻ പോകുന്നവര്, എന്നിട്ടോ അവിടെ ആളില്ലെങ്കിൽ ആ കത്തവിടെ വെച്ചിട്ട് പോകും. ഒരു ഫോൺ കോൾ, ഒരു കല്യാണം വിളിക്കാനും. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താണല്ലേ, പണ്ട് ഒരു ഞായറാഴ്ചത്തെ കല്യാണം കൂടാൻ തലേ ഞായർ മുതൽ പന്തല് കെട്ടാനുള്ള അതിന്റെ തൂണും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് കുടുംബക്കാരും നാട്ടുകാരൊക്കെ കൂടിയിട്ടുള്ള ഒരു സന്തോഷം, അതൊക്കെ പോയി. അങ്ങനെ അങ്ങ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്ക. വാഴല വെട്ട, സ്ത്രീകളാണെങ്കിൽ ഉള്ളി നന്നാക്കാൻ ദിവസങ്ങൾക്ക് മുന്നേ വരാ. അങ്ങനെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഓടിക്കളി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നിക്കാഹിന്റെ സദസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കടന്നു പോകാത്രേ ഉള്ളൂ. ഭക്ഷണമേ വേണ്ട, 2-3 കല്യാണം. കുടുംബബന്ധമാണ് ഏറ്റവും അടുത്ത ആളുകൾ. ഒരു കല്യാണത്തലേന്നൊക്കെ ഇറച്ചിക്ക് കാവലിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആ രസകരമായ സന്തോഷങ്ങൾ എത്രയാ സംസാരിക്കാതല്ലേ. നമുക്കതൊക്കെ ആ പഴയത് നഷ്ടപ്പെട്ടത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും വലിയ അടുപ്പം സംഭവിക്കുന്നത് സംസാരത്തിലൂടെ അവർ കൂടുതൽ അടുക്കാണ്. ആ ഹൃദയബന്ധങ്ങൾ, പരസ്പരം സങ്കടങ്ങൾ അങ്ങുമെങ്ങും കൈമാറുന്നുണ്ട്, സന്തോഷങ്ങൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഒരു ചിരി എല്ലാം സംഭവിക്കാണ്. ആ പഴയ കാലത്തെ കല്യാണ സദസ്സുകളിലൊക്കെ അത് യഥേഷ്ടം ഉണ്ടായിരുന്നു. ഇന്നതില്ലാതെ വരുന്നോടത്ത് പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന പുതിയ രീതികളിലുള്ളതായ ആഘോഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കല്യാണങ്ങളൊക്കെ കടന്നു പോകുന്നു. സംസാരിക്കുന്നില്ലല്ലോ ആരും. ആരാ സംസാരിക്കാം? എവിടെയെങ്കിലും ഇനി സംസാരിക്കാൻ പറ്റിയ ഒരാൾ ഇരിപ്പുണ്ടെ അവന്റെ കയ്യിലുണ്ടാവും. നല്ല റേഞ്ചുള്ള മൂലയിൽ നോക്കിയിട്ട് എല്ലാവരുടെ അവസ്ഥ തന്നെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ലല്ലോ. എല്ലാവരും പരസ്പരം മെസ്സേജുകളിലായി നിൽക്കുന്നു. മനുഷ്യൻ സംസാരവും അവന്റെ വായനയും ചുരുങ്ങിയ ഒരു കാലമാണിത്. ഇബാദത്തൊക്കെ അവിടെ നിൽക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഗ്യാപ്പ് വന്നുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കാണലില്ലാതെ പോകുന്നു. മഹാനായ
ഇമാം മുഹമ്മദ് സമർഖന്ദി പറയുന്നത് കാണാം, ഇദാ കാന ലക ഖരീബുൻ ഫലം തംശി ഇലൈഹി ബിരിജ്ലിക വലം തുഅതിഹി മിൻ മാലിക ഫഖദ് ഖതഅത. നിനക്കൊരു കുടുംബക്കാരനുണ്ട്, ശ്രദ്ധിക്കണം, നിനക്കൊരു കുടുംബക്കാരനുണ്ട്, നിനക്കാവട്ടെ അവന്റെ അടുക്കൽ പോകാനുള്ള സൗകര്യമുണ്ട്, നീ പോയതുമില്ല, നിന്റെ കയ്യിൽ സമ്പത്തുണ്ട്, അവനെ കൊടുത്ത് സഹായിക്കാൻ നിനക്ക് കഴിഞ്ഞതുമില്ല, എന്നാൽ നീ കുടുംബബന്ധം മുറിച്ചവനാണത്രേ. തസവുഫിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാ? നിന്റെ കയ്യിൽ പണമുണ്ട്, നിന്റെ കുടുംബക്കാരന്റെ സഹായം ഇപ്പൊ ആവശ്യം, നിനക്കത് കൊടുക്കാൻ പറ്റിയില്ല, അവനെ സന്ദർശിക്കാൻ നിനക്ക് സൗകര്യമുണ്ട്, നീ അതിനായി മെനക്കെട്ടതുമില്ല, എന്നാൽ ഈ രണ്ട് കാരണത്തെ പരിഗണിച്ചാൽ നീ കുടുംബബന്ധം മുറിച്ചവനാ. ആരാ കുടുംബബന്ധം മുറിച്ചവൻ? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅ. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിലേക്ക് ഇല്ലേ ഇല്ല. നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ബുഖാരി മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിലേക്ക് ഇല്ല. സ്വർഗം അവനുള്ളതല്ല, സ്വർഗം അവനുള്ളതല്ല. എത്ര മുടക്കുണ്ട് നമുക്ക്, എന്ത് നഷ്ടമാ നമുക്കുള്ളത്. ഒരു കുടുംബക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു സലാം പോലും പറയാൻ എത്ര മടിയാ നമുക്കുള്ളത്. റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, സിലു അർഹാമക്കും വലൗ ബിസ്സലാം. നിങ്ങളുടെ കുടുംബക്കാരനോട് ഒരു അസ്സലാമു അലൈക്കും എന്ന പദം പറഞ്ഞുകൊണ്ടാണെങ്കിലും ആ ബന്ധത്തെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണേ. നബി മുഹമ്മദ് മുസ്തഫ. അത് നിലനിന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല. ഒരു അസ്സലാമു അലൈക്കും എന്ന പദം അത് പറയാനുള്ള സൗകര്യം എത്രയാ? എത്ര സൗകര്യങ്ങളാ ഉള്ളത്. അസ്സലാമു അലൈക്കും എന്ന പദം പറയാനും ഇന്നത്തെ കാലത്ത് വാട്സാപ്പ് സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. കുടുംബക്കാരുമായി സംവദിക്കാനുള്ള എല്ലാ മേഖലകളും നമ്മൾ അത് കൈകാര്യം ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ വേണം സഹോദരങ്ങളെ. മതത്തിന്റെ പരിഗണന പോലും അള്ളാഹുവിന്റെ ദീന് കുടുംബബന്ധം നിലനിർത്തുന്നതിന് വെച്ചിട്ടില്ല. മതത്തിന്റെ പരിഗണന പോലും കുടുംബമാണോ? നീ മതാശ്ലേഷണം സംഭവിച്ച് പുതിയ മുസ്ലിമായി വന്നവനാണെങ്കിലും മതത്തിന്റെ പരിഗണന, നിന്റെ ഇസ്ലാമിക വിശുദ്ധിയിൽ ഷിർക്ക് സംഭവിക്കാത്ത നിലക്ക്, അള്ളാഹുവിന്റെ ദീൻ തടഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധത സംഭവിക്കാത്ത നിലക്ക് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്നേഹം പങ്കിടുന്നതിന് ഇസ്ലാം എതിർത്തിട്ടില്ല. وَإِن زَاهَدَاكَ عَلَىٰ أَن تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا. പരിശുദ്ധ ഖുർആൻ. ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ, അവരാവട്ടെ മുസ്ലിമായിട്ടില്ല, നീ മുസ്ലിമായി വന്നവനാ, ഇസ്ലാമികമായ വിശ്വാസങ്ങൾക്ക് കളങ്കം വരാത്ത നിലക്ക് ആ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ജീവിക്കണമെന്ന് തന്നെയാ ഖുർആൻ പറഞ്ഞത്. സുഹബത്ത് കൂടെ നിൽക്കുമ്പോഴാ കിട്ടാ. ആ അച്ഛനെയും അമ്മയെയും മതത്തിന്റെ പരിധി പോലും മറന്നു, ബന്ധത്തിന് സ്ഥാനം കൊടുത്തു. ഇലാഹി ചിന്തയിൽ നിനക്ക് വിഘാതമായി വരുന്ന പ്രവർത്തനങ്ങൾ അവർ നിന്നെ നിർബന്ധിച്ചാൽ അതിന് വഴങ്ങാത്ത നിലക്ക് നീ അവരോട് മാന്യമായ സഹവർത്തിത്വവും അവരുടെ കൂടെയുള്ള ജീവിതവും യഥേഷ്ടം നിനക്ക് തുടരാം. മതം നിനക്ക് തടസ്സം അല്ല. സഹോദരന്മാരെ, അങ്ങനത്തെ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ എത്ര പരിഗണിക്കണം? അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്ര പിതാക്കളുടെ കണ്ണുനീര് പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്വത്തുകൾ മക്കളുടെ പേരിലേക്ക് എഴുതി വെച്ചതിന്റെ പേരിൽ പിതാവ് വെറും പുറംപോക്കായി മാറുന്ന അവസ്ഥ. ഉമ്മയെ തിരിഞ്ഞു നോക്കാത്ത മക്കള്. ഉദരബന്ധം, അതിനോടുള്ള ബാധ്യതയൊന്നും പറഞ്ഞാൽ തീരില്ല. വ്യാപകമായ ഒരു കുടുംബ ബന്ധം എന്നതിനപ്പുറം നമുക്ക് മറക്കാനും മാറ്റി നിർത്താനും പറ്റാത്ത ചില ബന്ധങ്ങളുണ്ട്. എത്ര ഉയരത്തിൽ പോയാലും, എത്ര വലിയ ശസ്ത്രക്രിയയുടെ ആധുനിക രീതികൾ പരീക്ഷിച്ചാലും ആ ഉദരത്തിൽ നിന്നും മാച്ചു കളയാൻ കഴിയാത്ത ഒരു പൊക്കിൾ കൊടിയുടെ അടയാളമുണ്ട്.
അതൊരു വലിയ ബന്ധത്തെ നീ ഉള്ളിടത്തോളം കാലം ഉള്ളിടത്ത് മുഴുവനും ഓർക്കേണ്ട ഒരു അടയാളമായി അള്ളാഹു സ്ഥാപിച്ച ആ അടയാളം. അതിന്റെ ഒരു ബന്ധമുണ്ട്. അതിനായി നിനക്ക് ചൂട് തന്ന ആള്, അതിനായി നിനക്ക് ജീവിതം മാറ്റിവെച്ച് വേദന തന്ന ആള്, ആ രണ്ടുപേരെയും നീ പരിഗണിക്കാതെ നിനക്കൊരു ജീവിതത്തിന്റെ സൗഖ്യവും രണ്ടു ലോകത്തും ഇല്ലെന്ന ഒരു താക്കീത പരിശുദ്ധ മതം ഓരോ മുസ്ലിമായ മനുഷ്യന്റെ മുന്നിലും വെക്കുന്നത്. അവരോടുള്ള സഹവർത്തിത്വത്തിൽ പോലും മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യൻ എന്ന പരിഗണനയിൽ ഇസ്ലാം ആ ബന്ധത്തെ ആ രീതിക്ക് കണ്ടു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖദിമത്ത് അലയ്യ ഉമ്മി വഹിയ മുശ്രികത്തുൻ ഫീ അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാത്ത ഒരു ഉമ്മ, എന്റെ ഉമ്മ എന്റെ അടുത്ത് വരാറുണ്ട്, അവര് വരുന്നു. അതുകൊണ്ട് അവരെന്നോട് വന്ന് കുടുംബബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഫത്വ തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ, അവരുമായുള്ള ബന്ധം നിലനിർത്തണം. അവർ ഇസ്ലാമിൽ വന്നിട്ടില്ലല്ലോ, അവർ മുസ്ലിം ആയിട്ടില്ലല്ലോ, ഒരു ഉമ്മ എന്ന ബന്ധം എനിക്ക് അവരോടുണ്ട്, ഞാൻ എന്താ വേണ്ടത് നബിയെ എന്ന് ചോദിച്ചോടത്ത് റസൂലുള്ള പറഞ്ഞത്, ഹബീബായ പ്രവാചകൻ പറഞ്ഞത്, നഅം സിലീ ഉമ്മക്കി, അവരോടുള്ള കുടുംബ ബന്ധം നീ ചേർത്തോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ സദസ്സിൽ പോലും പലപ്പോഴും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, കുടുംബക്കാരോട് വഴക്കിട്ട് വന്നിരിക്കുന്നവൻ ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒഴിവാകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫാ റളിയല്ലാഹു അൻഹു പറയാ, ഒരു സായം സന്ധ്യയിൽ അറഫാ മൈതാനിയിൽ പ്രവാചകന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുന്ന് വിളിച്ചു ചോദിക്കുകയാണ്, പറയുകയാണ്, ലാ യുജാലിസുനി മൻ അംസാ ഖാത്തിഅർ റഹ്മി ലിയഖും അന്നാ. കുടുംബബന്ധം മുറിച്ചു വന്നവനാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് മൂത്താപ്പയോടോ കൊച്ചാപ്പയോടോ മൂത്തുമ്മയോടോ എളിമയോടോ അമ്മായിയോടോ ആരോടാകട്ടെ, കുടുംബബന്ധം മുറിച്ചു വന്നവൻ അതിന് പരിഹാരക്രിയ ചെയ്യാതെ ഈ സദസ്സിലുണ്ട് എങ്കിൽ ഇവിടെ ഇരിക്കല്ലേ, എഴുന്നേറ്റ് പോകണേ നബിയുനാ റസൂലുള്ളാഹി. ആരും എഴുന്നേറ്റില്ല, ആരും എഴുന്നേറ്റില്ല. ഫലം യകുൻ അഹദുൻ ഇല്ലാ റജുലുൻ കാന മിൻ നഖ്സൽ ഹൽഖ. ആ വലയം ചെയ്തിരിക്കുന്ന വട്ടമിട്ടിരിക്കുന്ന സഭയുടെ അറ്റത്തുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാൾ തിരിച്ചു വന്നു. ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഹബീബ് ചോദിച്ചു, ലം യകും മിനൽ ഹൽഖതി ഗൈറുക, മോനെ നീയല്ലാത്ത ഒരാളും ഇതിൽ നിന്നും എഴുന്നേറ്റ് പോയില്ലല്ലോ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം എന്താണ്? പറഞ്ഞു, യാ നബിയല്ലാഹ് സമീഅത്തുല്ലദീ ഖുൽത, അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും ഞാൻ ഹൃദയം കൊണ്ട് കേട്ടു നബിയേ. ഫഅതൈതു ഖാലത്തല്ലീ കാനത് തുസാരിമുനി, എന്റെ ഉമ്മാടെ സഹോദരി, എന്റെ മൂത്തുമ്മ, ഞാനും അവരുമായി ഒരു വഴക്കുണ്ടായിരുന്നു നബിയേ. അങ്ങയുടെ അനുഗ്രഹീതമായ സഭയുടെ അകത്തളം നിഷേധിക്കപ്പെട്ടവൻ കുടുംബക്കാരോട് വഴക്കിട്ടവനാണ് എന്ന സങ്കടം ഞാൻ എന്റെ മൂത്തുമ്മയോട് പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അകലമാണെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവരോട് മാപ്പ് പറഞ്ഞപ്പോൾ അവരെനിക്ക് പൊരുത്തപ്പെട്ടു തന്നു, ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു നബിയെ. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയതാണെന്ന് സഹാബി പറയുകയാണ്. ആ സമയത്ത് ഹബീബായ പ്രവാചകൻ അവരോട് പറയുന്ന സഹാബിയോട് പറയുന്നു, അഹ്സൻത, നീ ചെയ്തത് നല്ല കാര്യം, ഇജ്ലിസ് ഇവിടെ തന്നെ ഇരുന്നു. അലാ ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാത്തിഉർ റഹീമി നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടല്ലോ, കുടുംബക്കാരോട് വഴക്കിട്ട് അനധികൃതമായി പിണക്കം കൂടി നടക്കുന്ന, കുടുംബബന്ധം മുറിച്ചവനുള്ളിടത്ത് അള്ളാന്റെ അനുഗ്രഹം ഇല്ല, അവൻ ഉള്ള സദസ്സിൽ ദുആക്ക് ഉത്തരമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മയുമൊക്കെ നമുക്ക് വേണം. നമ്മളൊക്കെ ഒന്നായി നിൽക്കേണ്ടവരാ. നമ്മുടെ കുടുംബക്കാരിൽ വഴക്കുള്ളവൻ, എടോ, ഒന്നും നിലയ്ക്കാത്ത ഒരു തുമ്മൽ വന്നാൽ തീരുന്ന അഹങ്കാരമല്ലേ നിനക്കുള്ളൂ?
ഒരു നേരം കഴിച്ച ഭക്ഷണം ഒന്ന് ദഹിക്കാതെ വരുമ്പോഴുള്ള അഹങ്കാരമേ നിനക്കുള്ളൂ. അത്രയുള്ളൂ മനുഷ്യ നിന്റെ കാര്യം. അത്ര ദുർബലനാക്കിയത് എന്തുകൊണ്ടാണെന്നറിയുമോ? അള്ളാഹു മനുഷ്യവർഗത്തെ ഇത്ര ദുർബലമാക്കിയത് അവന്റെ കൂടെ അഹങ്കാരം പെരുത്തുവരും. ആളിക്കത്തുന്ന തീജ്വാല പോലെ പക അവന്റെ ഹൃദയത്തിന്റെ അകത്തങ്ങ് പതഞ്ഞു പൊങ്ങും. ഇങ്ങനത്തെ പ്രകൃതമുള്ളവനെ അള്ളാഹു ദുർബലമാക്കി. അതിൽ അത്ഭുതമില്ല. എപ്പോഴും ഏത് സമയത്തും തങ്ങളുടെ കുടുംബവുമായുള്ള സ്നേഹ ഐക്യത്തിലാ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം ഒരു ഉമ്മ പെറ്റ സഹോദരങ്ങളെ പോലെയാവണമെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിയിട്ട് 2 കൈകളുടെ 10 വിരലുകളെ ചേർത്ത് പിടിച്ചു. ശബ്ബക റസൂലുള്ളാഹി. കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എത്ര സുദൃഢമായ ബാന്ധവമാണോ ഈ കൈകൾ കോർത്തതിലൂടെയുള്ള കരുത്തുകൊണ്ട് പ്രവാചകൻ പ്രതീകവൽക്കരിച്ചത്. അത് സമൂഹത്തിന്റെ ഇടയിലെ സാഹോദര്യ ബന്ധത്തിലാണെങ്കിൽ അതിനപ്പുറമാ കുടുംബം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.